ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ജനസഹസ്രങ്ങൾ നൽകിയ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുന്നത്. എറണാകുളം ജില്ലയിലെ 3-ാം ദിവസത്തെ പര്യടനത്തിന്റെ തുടക്കം പിറവം മണ്ഡലത്തിൽ നിന്നാണ്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ജാഥാ പരിപാടിയുടെ ഇന്നത്തെ സമാപനം. വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നൽകിയ പ്രൗഢോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നവകേരള മാർച്ച് മലയോര ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിൽ ജാഥ പ്രവേശിച്ചതു മുതൽ ഉജ്ജ്വല വരവേൽപ്പായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് ലഭിച്ചത്. കളമശ്ശേരിയിൽ നിന്നായിരുന്നു 2-ാം ദിവസ പര്യടനത്തിന്റെ തുടക്കം. വ്യവസായശാലകളുടെ നഷ്ടപ്രതാപത്തിന്റെ കഥ പറയുന്ന കളമശ്ശേരി സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ ഇരകളായ വ്യവസായ തൊഴിലാളികളുടെ നാട്. വികസിത കേരളം കെട്ടിപ്പടുക്കാൻ പടനയിച്ചെത്തിയ ജാഥാനായകന് അഭിവാദ്യവുമായി ആയിരങ്ങൾ. ദേശീയപാതയുടെ ഓരത്ത് ചെമ്പട അണിനിരന്നു. തുടർന്ന് ജാഥ എത്തിയത് നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നടന്ന ആലുവയിൽ. ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവ്വമത സമ്മേളനത്തിന് വേദിയായ ഇടം. മതനിരപേക്ഷതയുടെ മുദ്രാവാക്യമുയർത്തി മാർച്ച് നയിച്ചെത്തിയ പിണറായിയെ അങ്ങേയറ്റത്തെ ആവേശത്തോടെ ആലുവ വരവേറ്റു. RSSന്റെ വർഗീയതയെ കോൺഗ്രസും ഉമ്മൻചാണ്ടിയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പിണറായി പറഞ്ഞു. UDF BJP ബന്ധത്തിന് കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞതായും പിണറായി പറഞ്ഞു. RSSന് അക്കൗണ്ട് തുടങ്ങണം, അതിനവർക്ക് താല്പര്യം. അക്കൗണ്ട് തുടങ്ങിക്കോട്ടെ, അതിന് പിന്തുണ കോൺഗ്രസിൻ്റേത്. കോൺഗ്രസിന് മൊത്തം ജയിച്ചു വരണം. അപ്പം തങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന ആ സീറ്റ് ഒഴികെയുള്ള സീറ്റുകളിലെല്ലാം അവർ ജയിച്ചോട്ടെ, അവർക്ക് പിന്തുണ. ആർക്ക് പിന്തുണ? RSS, കോൺഗ്രസിനും UDFനും പിന്തുണ. തുടർന്ന് ജാഥ കടന്നുവന്ന പെരുമ്പാവൂരും പുത്തൻകുരിശും ആവേശത്തോടെ ജാഥയെ വരവേറ്റു. ജാഥാ പര്യടനത്തിനിടെ ആലുവ അദ്വൈതാശ്രമത്തിലും പിണറായി സന്ദർശനം നടത്തി. ഊഷ്മള വരവേൽപ്പായിരുന്നു പിണറായിക്ക് അദ്വൈതാശ്രമത്തിൽ ലഭിച്ചത്.